നേരെ ഡൽഹിയിലേക്ക് പോകുകയാണ്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് ഇന്ന് പരിസമാപ്തിയാവുകയാണ്. വളരെ സുപ്രധാനമായ നിരവധി ബില്ലുകൾ പാസാക്കി. അതിന് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പാസാക്കിയ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ബില്ല് തന്നെയാണ് ഈ ശൈത്യകാല സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. തൊഴിൽ ദിവസങ്ങൾ 100-ൽ നിന്നും 125 ഉയർത്തിക്കൊണ്ടുള്ള ഈ വളരെ നിർണായകമായിട്ടുള്ള ബില്ല് ലോക്സഭയും രാജ്യസഭയും കടന്നിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം NDAക്ക് ഇരുസഭകളിലും കേവല ഭൂരിപക്ഷമുണ്ട്. അതിനാൽ രാജ്യ താൽപര്യത്തിന് ഗുണം ചെയ്യുന്ന ഇത്തരം ബില്ലുകൾ ആരെതിർത്താലും പാസ്സാക്കാനുള്ള കെൽപ്പ് BJPക്കും NDAയ്ക്കും ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജിഷ്ണു, ഈ ബില്ലിനെ ആദ്യഘട്ടം മുതൽ പ്രതിപക്ഷം എതിർക്കുന്നുണ്ടായിരുന്നു. അത് നമുക്കറിയാം. ഈ രാജ്യ താൽപര്യത്തിന് അനുസൃതമായിട്ടുള്ള എല്ലാ ബില്ലിനെയും ഈ കൂട്ടർ എതിർത്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ബില്ല് രണ്ട് സഭയും പാസ്സായിരിക്കുന്നു. ഒപ്പം കഴിഞ്ഞ മാസം ഡിസംബർ ആദ്യം ആരംഭിച്ച ഈ ശൈത്യകാല സമ്മേളനം ഇന്നിപ്പോൾ പരിസമാപ്തിക്ക് ആകുകയാണല്ലോ. അതിൻ്റെ വിവരങ്ങൾ കൂടി. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബില്ല് എന്നുള്ളത് ഈ VBG റാംജി ബില്ല് തന്നെയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സമഗ്ര മാറ്റം കൊണ്ടുവരുന്ന ബില്ല് ഇന്നലെ രാവിലെ ലോക്സഭയും ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം രാജ്യസഭയും പാസ്സാക്കിയിരുന്നു. ലോക്സഭയിൽ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ നടന്നു. ഇന്നലെ രാവിലെ 11 മണിക്ക് ശേഷമാണ് ലോക്സഭാ നടപടികൾ ആരംഭിച്ച് അതിൻ്റെ നിയമം ഈ ഭേദഗതി ബില്ല് പാസ്സാക്കിയെടുത്തത്. പിന്നീട് രാജ്യസഭ വൈകിട്ട് 5 മണിക്ക് ബില്ല് ചർച്ചയ്ക്കെടുക്കുകയും അർദ്ധരാത്രി വരെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ശബ്ദ വോട്ടോടുകൂടിയാണ് രാജ്യസഭയിലും VBG റാംജി ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. ഈ സമ്മേളന കാലയളവിലെ ഏറ്റവും നിർണായക ബില്ല് എന്ന് നമുക്കിതിനെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഇനി രാഷ്ട്രപതിയുടെ അനുമതി നേടുന്നതോടുകൂടിയും VBG റാംജി അത് നിയമമായി അതൊരു പദ്ധതിയായി തന്നെ പ്രാബല്യത്തിൽ വരും. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സമഗ്രമായ മാറ്റം, അതിൽ തൊഴിൽ ദിനം 100-ൽ നിന്ന് 125 ഉയർത്തുന്നതും വേതനം അതിവേഗത്തിൽ ഉറപ്പാക്കുന്നതും തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യവും അവരുടെ ആരോഗ്യ പരിപാലനവും ഉറപ്പാക്കുന്നതും ഉൾപ്പെടെയുള്ള നിരവധി ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ആ പദ്ധതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ നിലവിലെ ഒരു സാഹചര്യം എന്നുള്ളത് സർക്കാർ ഏത് രീതിയിലുള്ള പദ്ധതികളും നിയമവും കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മെറിറ്റ് ഗുണം പരിശോധിക്കാതെ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് ആ ബില്ലിനെ എതിർക്കുകയും പാർലമെൻറ്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തെ നമ്മൾ കണ്ടു. ഏതായാലും ഇന്ന് പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനം അവസാനിക്കും. ഈ നിർണായകമായ ബില്ല് കൂടാതെ SIR-ന്മേൽ മണിക്കൂറുകൾ നീണ്ട ചർച്ച നടന്നിരുന്നു. കൂടാതെ വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ചയും പാർലമെൻറ്റിൽ നടന്നിരുന്നു. ഗൗതം. പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനത്തിന് ഇന്നിപ്പോൾ പരിസമാപ്തിയാവുകയാണ്. വളരെ സുപ്രധാനമായ നിരവധി ബില്ലുകൾ പാസാക്കി. അതിൽ തൊഴിൽ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം തന്നെയാണ് ഈ ശൈത്യകാല സമ്മേളനത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടത്. ജിഷ്ണുവാണ് വിവരങ്ങളുമായി ചേർന്നത്. ജിഷ്ണു.